നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പി എസ് ജിക്കെതിരെയുള്ള 6-1 തിരിച്ചുവരവുണ്ടല്ലോ, പലവട്ടം കണ്ടവനാണ് ഞാൻ. നെയ്മർ ജൂനിയർ, അദ്ദേഹമാണ് എൻ്റെ കുഞ്ഞുനാളിലെ ഫുട്ബോളിനെ ആവേശഭരിതമാക്കിയത്. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാൻ ഒരുങ്ങുന്ന FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിനെ യമാൽ പറയുകയാണ്. യമാൽ ആ 6-1 ഓർമ്മപ്പെടുത്തുന്നു, നെയ്മറുടെ മാന്ത്രിക ചുവടുകൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് പോയി 2 ഗോളിൻ്റെ കടം വീട്ടി മടങ്ങി വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ്. നെയ്മറെ ഓർക്കാതെ ഈ യമാൽ പലപ്പോഴും ഇൻ്റർവ്യൂകൾ അവസാനിപ്പിക്കാറില്ലല്ലോ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവൻ നെയ്മറെക്കുറിച്ച് പറയുന്നു. നെയ്മറെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി, ഞാൻ പലവട്ടം 6-1 തിരിച്ചുവരവുണ്ടല്ലോ, PS ജിക്കെതിരെയുള്ള 6-1 തിരിച്ചുവരവ് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഞാനത് ലൈവായിട്ടും കണ്ടിട്ടുള്ള ആളാണ്. നെയ്മറാണ് എൻ്റെ കുട്ടിക്കാലം എങ്ങനെയാവണമെന്ന് ഡിഫൈൻ ചെയ്തത്. അദ്ദേഹം എൻ്റെ ഐഡളാണ്. ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹം ഫുട്ബോളിന് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നന്ദിയുള്ളവരാണ്. അദ്ദേഹം നമ്മളെ ഇൻസ്പയർ ചെയ്തു. നോക്കൂ, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ പോകുന്നതിനാ? നെയ്മറെ പോലുള്ള താരത്തിൻ്റെ കളി കാണാനാണ്. 2-3 ദിവസം ഒരു കളി കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞാലും നമ്മൾ കാണാൻ പോകുന്നു നെയ്മറുടെ കളി കാണാൻ വേണ്ടി മാത്രമായിട്ട്. ഒരു കളി കഴിഞ്ഞ് 2-3 ദിവസത്തിനിടയ്ക്ക് വീണ്ടും കാണാൻ പോകുന്നു നെയ്മറെ പോലെയുള്ള ആളുകളുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നെയ്മർക്ക് നന്ദി പറയുന്നു. അദ്ദേഹം ഫുട്ബോളിന് നൽകിയ എല്ലാ സംഭാവനകൾക്കും നന്ദി പറയുന്നു. ഹോപ്പ്ഫുള്ളി അദ്ദേഹം വേൾഡ് കപ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ലാമിനെ യമാൽ പറയുന്നു. ഏതായാലും ഇന്നത്തെ ചോദ്യം അത് തന്നെയാണ്. ബാഴ്സലോണയ്ക്ക് കഴിയുമോ? അന്ന് PS ജിക്കെതിരെ വമ്പൻ മാർജിനിലെ ആദ്യ പരാജയം അത് 2ാം പാദത്തിൽ മറികടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നെയ്മർ മാജിക്കാണ് അവരെ സഹായിച്ചത്. ഇന്ന് 2 ഗോളിൻ്റെ തോൽവിയാണ് അവർ ക്യാമ്പ് നൗവിൽ ഏറ്റുവാങ്ങിയത്. അത് മറികടക്കാൻ ലാമിനെ യമാലിൻ്റെ മാന്ത്രിക ചുവടുകൾക്കാവുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.